വെളുത്തുള്ളി പൊടിയാക്കി വെക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് വെളുത്തുള്ളിയുടെ മണത്തിലോ രുചിയിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. ഇത് ചെയ്യാനായിട്ട് വെളുത്തുള്ളിയുടെ തൊലി പൊളിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് തോരന്, മെഴുക്ക് പുരട്ടി, പാസ്ത, നൂഡിൽസ്, അതുപോലെ ചിക്കൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് വെളുത്തുള്ളിപ്പൊടി നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കറി വെക്കുന്ന സമയത്തൊക്കെ വലിയ വലിയ വെളുത്തുള്ളികളൊക്കെ എടുത്ത് തീർത്തിട്ട് ലാസ്റ്റ് ചെറിയ വെളുത്തുള്ളികളൊക്കെ പൊളിക്കാൻ ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ ഇട്ടേക്കും. അതൊക്കെ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ മതിയാകും. അതിനി വേസ്റ്റും ആകത്തില്ല. ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തിങ്ങനെ പറന്ന് കിടക്കുന്ന തൊലികളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പാറ്റിയെടുത്തതിന് ശേഷം നല്ലവണ്ണം കഴുകിയെടുക്കുക. ഒരു 4-5 തവണ നല്ലവണ്ണം ഞെരടി കഴുകിയെടുത്തതിന് ശേഷം കുതിരാനൊന്നും വെക്കണ്ട. ഇതുപോലെ ഒരു വലപാത്രത്തിനകത്തിട്ട് വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ഇറ്റിറ്റ് വീഴുന്നത് നിന്നാൽ മാത്രം മതി. ഒരുപാടൊന്നും ഡ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സർ ജാറിൻ്റെ പകുതിയാണ് ഇപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നത്. 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിയുമ്പോൾ അത് ഞെരുങ്ങിയിരിക്കും. മിക്സിയുടെ ജാറ് ഫ്രീ ആയിട്ട് ചുറ്റണം. അതുകൊണ്ടാണ് പകുതി ഇട്ട് 2 ബാച്ചായിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇട്ടങ്ങ് അരയ്ക്കരുത്. പൾസ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിരിക്കണം. എല്ലാ വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഇതിൻ്റെ തൊലിയൊന്നും നല്ലവണ്ണം ഒന്ന് അരഞ്ഞു വരണം അങ്ങനെയൊന്നുമില്ല. ഇത്രയും മാത്രം മതി. എല്ലാം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത്. അങ്ങനെ ഈ ഒരു പരുവത്തിൽ 2 ബാച്ചായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പരന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അടിയിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. നേരിയ പ്ലാസ്റ്റിക് ആയാലും മതി. പ്ലേറ്റിൻ്റെ അടിയിലൊന്ന് ലെവലായിട്ടൊന്ന് വിരിച്ച് വെക്കണം. നമ്മൾ ഈ ഫ്രഷായിട്ട് വെളുത്തുള്ളി അരയ്ക്കുന്ന സമയത്ത് ഒരു ഒട്ടൽ പോലുണ്ടല്ലോ, അപ്പോൾ ആദ്യത്തെ ദിവസം ഇതുപോലെ പ്ലേറ്റ് നിരത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു ഒട്ടലുണ്ടാവും. ആ പ്ലേറ്റിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിരിക്കണം. ഇനി എത്രയും കനം കുറച്ച് ഇങ്ങനെ നിരത്തി ഇടാവുന്നോ അത്രയും കനം കുറച്ച് തന്നെ നിരത്തി ഇടുക. അതിന് 2-3 പ്ലേറ്റ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഇത് നിരത്തി വയ്ക്കുന്നത്. അതായത് ഞാനിത് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു നെറ്റ് ഞാൻ വിരിച്ചിട്ട് വെയിലത്ത് വെക്കുകയാണ്. ഇത് 2 ദിവസം വെയിൽ കൊണ്ടാൽ മതി. ഇല്ലെങ്കിൽ നല്ല വെയിലാണെങ്കിൽ ഒരു 1.5 ദിവസത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് ആദ്യത്തെ ദിവസം വെയിൽ കൊണ്ടതിൻ്റെയാണ് ഈ ഒരു റിസൾട്ട് കിട്ടിയത്. ഞാൻ 2 പ്ലേറ്റിലെയും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടിപ്പോൾ ഉണങ്ങാനിടുന്ന സമയത്ത് ആ വെള്ളം ഒന്ന് വലിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഉണങ്ങിക്കിട്ടും. രണ്ടാമത്തെ ദിവസം നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. വീണ്ടും നല്ലവണ്ണം ഒന്ന് ഒരേപോലെ ഒന്ന് നിരത്തി ഇട്ടതിന് ശേഷം വലയുടെ മൂടിയിട്ട് വീണ്ടും വെയിലത്ത് വയ്ക്കുകയാണ്. തോരനും മെഴുക്ക് പുരട്ടിക്കുമൊക്കെ ഈ വെളുത്തുള്ളിപ്പൊടി ചേർക്കേണ്ടത്. അതായത് പൊടിയായത് കാരണം പച്ചക്കറികളൊക്കെ പകുതി വെന്തതിന് ശേഷം ചേർത്താൽ മതി. ഒരേപോലെ ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം രണ്ടാമത്തെ ദിവസവും ഞാനിതുപോലെ വലയിട്ട് മുടി വെയിൽ ഒളിക്കാനായിട്ട് വെക്കുകയാണ്. ഇനി രണ്ടാമത്തെ ദിവസത്തെ കാണാമേ. സൗണ്ട് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എത്ര ക്രിസ്പി ആയിട്ടുണ്ടെന്നുള്ളത്. 1.5 ഇല്ലേ 2 ദിവസം മാത്രം മതിയാകും. ഇനി മിക്സിയുടെ ജാറിനകത്തിട്ട് ഇത് പൊടിച്ചെടുക്കണം. ഇത് ഒന്നിച്ചിടുമ്പോൾ എല്ലാം കൂടെ നിറയുണ്ട്. അത് കാരണം ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുറേശ്ശെ ഇട്ടാണ് അതേ ജാറിൽ തന്നെ ഒറ്റ ബാച്ചായിട്ട് പൊടിച്ചെടുക്കുകയാണ്. എത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുക്കുന്നൊക്കെ സമയത്തൊക്കെ നല്ല മണമാണ്. അതേ മണവും അതേ ടേസ്റ്റ് തന്നെയാണ്. ഒരു വ്യത്യാസവും വരില്ല. വെളുത്തുള്ളിക്ക് വില കുറവുള്ള സമയത്ത് ഏറെ പൊടിച്ചു വെച്ചതിന് ശേഷം വലിയൊരു ഗ്ലാസ് ബോട്ടിലിടുക. കുറേശ്ശെ എടുത്ത് ഒരു ചെറിയ ബോട്ടിലിനകത്തെടുത്ത് ആവശ്യത്തിനായിട്ട് വെളിയിൽ വയ്ക്കുക. വലിയ ബോട്ടിലെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എത്രയും നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. നല്ല തിരക്കുള്ള സമയത്തൊക്കെ വെളുത്തുള്ളി പൊടിച്ച് സമയം കളയാതെ ഇതുപോലെ ചെയ്തു വെച്ചാൽ മതി. മടിയുള്ളവർക്കും സമയം ലാഭിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഐഡിയ കൂടിയാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഉണ്ടല്ലോ, എനേബിൾ ആക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.